ഹായ് നമസ്കാരം, ദീപക് വി. നമുക്ക് എല്ലാവർക്കും, അതായത് ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ, ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ജോബ് സീക്കേഴ്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത്, നമ്മുടെ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത്. ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ല്, ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതല്ല. പല ആളുകൾക്കും പേടിയാണ്, എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല, ഞാൻ സംസാരിച്ചാൽ തെറ്റിപ്പോകുമോ, ഇങ്ങനെയുള്ള കുറേ ചിന്താഗതികളാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. കാരണം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആരാണോ പഠിക്കുന്നത്, പ്രൊഫഷണലി നന്നായിട്ട് ആരാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ സക്സസ് റേറ്റ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഫെബ്രുവരി 16 ഇന്ത്യൻ സമയം രാത്രി 7 മണി മുതൽ രാത്രി 8:30 മണി വരെ ജസ്റ്റ് 1.5 മണിക്കൂർ സൂമിൽ നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്നാണ് പറയുന്നത്. വെറുതെ ഒരു വെബിനാർ കേൾക്കുന്ന പോലെ കേൾക്കാതെ മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച്, തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, മെൻ്റലി ഫിസിക്കലി ഫ്രീ ആയിട്ട് 1.5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള വ്യക്തികൾക്ക് ഏറ്റവും നല്ല ഒരു എഫക്റ്റീവ് പ്രോഗ്രാമായി മാറും ഈ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്തൊക്കെയെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം, പക്ഷേ അത് ക്ലിയർ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും വേണം നമ്മൾ സംസാരിക്കാൻ. കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ടീമിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റിയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കൂടാതെ ഒരു ഓഫീസ് ആകുമ്പോൾ, ഒരു സ്ഥാപനമാകുന്ന സമയത്ത് ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവും. ടഫസ്റ്റ് സിറ്റുവേഷൻസിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരും. ആ സമയത്ത്, സ്ട്രെസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കൂടാതെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും ഒരു സ്ഥാപനത്തിൽ. ആ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റുകൾ കോൺഫ്ലിക്ട്സുകളൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാം, അവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കാം. കൂടാതെ ജോബ് സീക്കേഴ്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, മീറ്റിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ആ ഫസ്റ്റ് ഇംപ്രഷൻ ക്ലിയർ ആണോ, പിന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ നന്നായിട്ട് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല പഠിപ്പിക്കുന്നത്, ഇവിടെ പക്ക പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു 1.5 മണിക്കൂറാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ആളുകൾ നമ്മൾ എടുക്കില്ല, കാരണം കുറച്ച് ഇൻട്രാക്റ്റീവ് മോഡിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ള വ്യക്തികൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളൂ. നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 499 ആണ്. അപ്പോൾ എല്ലാവരെയും ഞായറാഴ്ച സൂമിൽ കാണാം, നമുക്ക് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ഏതൊരു മനുഷ്യനും വിചാരിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പോലെ, എപ്പോഴും പറയുന്നത് പോലെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദ വേൾഡ്. സോ see you soon. Thank you so much. All the very best.